ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഞാൻ എല്ലാ ടൈപ്പും ഞാൻ ഇങ്ങനെ ഓരോ രീതിയിൽ എളുപ്പവഴികൾ പറഞ്ഞു തന്ന് ഇഷ്ടം പോലെ മെത്തഡുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിലും ടൈം ആൻഡ് വർക്കിലും ഒക്കെ ഓരോ ക്വസ്റ്റ്യൻ ഓരോ മെത്തഡാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസും ടൈം ആൻഡ് വർക്കും കാണുമ്പോൾ അയ്യോ പാടാണെന്ന് തോന്നുന്നത്. കാരണം അവർക്ക് സാധാരണ റേഷ്യോ, ആവറേജ്, ഏജസ് ഒക്കെ നോക്കുമ്പം ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ വെച്ച് അങ്ങ് ചെയ്താൽ ആൻസർ കിട്ടുമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. കുറച്ച് എന്ത് ചെയ്യണം, മെന്റൽ എബിലിറ്റിയും കൂടെ ഉണ്ട്. അതായത് കുറച്ചും ചിന്തിച്ച് ഓരോ ക്വസ്റ്റിനും അതിൻ്റെതായ രീതിയിലുള്ള ആൻസർ ഏത് രീതി കിട്ടും എന്നൊക്കെ ആലോചിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. അല്ല ചുമ്മാ ഒരു കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും മാത്രം ആലോചിച്ച് അറിയാമെങ്കിൽ എല്ലാ ക്വസ്റ്റിനും ആൻസർ കിട്ടണമെന്നില്ല. മാത്സ് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ടൈപ്പ് ക്വസ്റ്റ്യൻ എടുക്കുക, അത് വർക്കൗട്ട് ചെയ്യുക. ചുമ്മാ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. എന്ത് വർക്കൗട്ട് ചെയ്യണം? ഓരോ ക്വസ്റ്റ്യൻ്റെയും ബേസിക് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 2, അതിൻ്റെ എളുപ്പ വഴി. ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ടക്ക് ചെയ്യുന്ന വേഗത്തിൽ എങ്ങനെ ആൻസർ ഓപ്ഷനിലേക്ക് എത്താം. ആൻസർ എത്തണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ എന്തെത്തിയാൽ മതി, നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ 5 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഏത് ഓപ്ഷനിൽ നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ പറ്റും നോക്കിയാൽ മതി ഒറ്റ സെക്കൻഡിൽ. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ പറ്റും. അത്ര എളുപ്പമാണ് എല്ലാ ടോപ്പിക്കും, റീസണിങ് ആയാലും മാത്സ് ആയാലും. പക്ഷെ നമുക്കത് മനസ്സിലാകണം, നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടണം. ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്താൽ ഇന്ന ഓപ്ഷൻ കിട്ടും, ഏത് ഓപ്ഷനൊക്കെ ഒഴിവാക്കാം, ഏത് ഓപ്ഷനെ കിട്ടും, അതൊക്കെ നമ്മളെ ഓരോരുത്തരുടെ ഒരു ഐഡിയ ആണ്. ആ ഐഡിയ എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ക്വസ്റ്റിനെ പരിചയപ്പെടാവോ അത്രത്തോളം ക്വസ്റ്റിനെ പരിചയപ്പെടുക. എന്ന് വെച്ചാൽ എന്താ, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ചുമ്മാ വർക്കൗട്ട് ചെയ്താൽ മാത്രം പോരാ, അതിന് എത്രത്തോളം എളുപ്പവഴി ഉണ്ടെന്ന് നോക്കിയാൽ ആ രീതിയിലൂടെ ചെയ്യാം. നോക്കാം. സാധാരണ ഇതിൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾക്ക് ഇട്ട് തരുന്നുള്ളൂ. കാരണം അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. ഇതൊക്കെ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുക. എങ്കിൽ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ ഷോപ്കീപ്പർ മാർക്ക് the price of his article 12% above the cost price and then allows a 12% discount on the market price. What is his overall loss percentage? മൊത്തത്തിൽ പറ്റിയ ലോസ് പെർസെന്റ്. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും, അറിയാവുന്ന കുട്ടികൾക്ക്. പക്ഷെ സാധാരണ ഒരാൾക്ക്, ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ കാണുന്ന ഒരാൾക്ക് ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാര്യം, ഇതെന്താണ് ഇവിടെ പറയുന്നത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല. എന്താ കാര്യം? എ ഷോപ്കീപ്പർ മാർക്ക് ദി പ്രൈസ് ഓഫ് ഹിസ് ആർട്ടിക്കിൾ 12% എബവ് ദി കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ച സംഭവം എന്താ? നമുക്കിതിൽ 3 ടേം മനസ്സിലാക്കണം. എന്തായിരുന്നു? 1 കോസ്റ്റ് പ്രൈസ്, 2 സെല്ലിംഗ് പ്രൈസ്, 3 മാർക്കറ്റ് പ്രൈസ്. ഞാൻ പണ്ട് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടി വേഗത്തിൽ പറയുകയാണ്. എന്തായിരുന്നു ഈ പറഞ്ഞ കണ്ടീഷനിൽ? ആ ഒരു ഷോപ്കീപ്പറിന്റെ കയ്യിൽ എത്രയോ രൂപ, ഒരു എക്സ് രൂപ കോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. എക്സ് രൂപ കോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അയാൾ എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ എക്സ് രൂപയ്ക്ക് മേടിച്ചിട്ട് എക്സ് രൂപയ്ക്ക് വിൽക്കുവാണോ? അല്ല. ആ ഒരു ഷോപ്കീപ്പർ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എൻ്റെ വില ഒന്ന് കയറ്റി വെക്കും, ഇത്ര രൂപ അധികത്തിൽ വെക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അയാൾ വിൽക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഒരു തുണിക്കടയാണെന്നിരിക്കട്ടെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ, ഇവിടെ ഒരു 100 രൂപയ്ക്കായിരുന്നു എന്ത് ചെയ്തത്? അയാൾ ആ സാധനം മേടിച്ചത്. അയാളുടെ കോസ്റ്റ് പ്രൈസ് 100 രൂപയായിരുന്നു. എങ്കിൽ അയാൾ 100 രൂപ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ വിൽക്കുമോ? ഇല്ല. അയാളൊരു വില കയറ്റി വെക്കും. ഇവിടെ അയാൾ എത്ര കയറ്റി വെച്ചു? ഇവിടെ എത്ര പറഞ്ഞു? 12% എബോവ് ദി കോസ്റ്റ് പ്രൈസ്. എത്രയാണോ CP, അതിന്റെ 12% കൂടി അയാൾ അധികത്തിലാണ് എന്ത് ചെയ്തത്? അയാൾ മാർക്കറ്റ് പ്രൈസ് ഇട്ടത്. മാർക്കറ്റ് പ്രൈസ് ഞാൻ MRP എന്ന് പറഞ്ഞാൽ ഒട്ടിക്കത്തില്ലേ? അപ്പൊ എത്രയാ? 100ന്റെ 112%. 100നേക്കാൾ ഒരു 12% അധികം. 100ന്റെ 12% എത്രയാ? 12 തന്നെ. അപ്പൊ 100നേക്കാൾ 12 അധികം വെച്ചാൽ എത്രയാ? 112 രൂപയാണ് അയാൾ എന്ത് ചെയ്തത്? അതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചത്. അങ്ങനെ മനസ്സിലാക്കുക. MRP = 112 എന്ന് പറഞ്ഞ് വെച്ചു. അതുവരെ മനസ്സിലായോ? അയാൾ 100 രൂപയുടെ സാധനം 112 രൂപ എന്ന് പറഞ്ഞ് ലേബൽ ഒട്ടിച്ചു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു എന്നറിയാവോ? വിൽക്കാൻ നേരം അയാൾ എന്ത് ചെയ്തു? ഒരു 12% ഡിസ്കൗണ്ട് കൂടി കൊടുത്തു. അവിടെ 12% വീണ്ടും എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ ആ ടൈം ശ്രദ്ധിക്കുക. ഈ ഡിസ്കൗണ്ട് എവിടെയാ പറയുന്നത്? ഡിസ്കൗണ്ട് പെർസെന്റേജ് എപ്പോഴും നമ്മൾ എവിടെയേ പറയുള്ളൂ? മാർക്കറ്റ് പ്രൈസിലേ പറയുള്ളൂ. അപ്പൊ മാർക്കറ്റ് പ്രൈസിന്റെയാണ് എന്ത് ചെയ്തത്? 12% ഡിസ്കൗണ്ട് കൊടുത്തത്. എങ്കിൽ എത്രയാണോ എന്റെ മാർക്കറ്റ് പ്രൈസ്, അതിന്റെ 12% ഡിസ്കൗണ്ട് കൊടുത്തു, 12% കിഴിവ് കൊടുത്തു. ബാക്കി എത്ര അയാൾക്ക് കിട്ടൂ? അതിന്റെ 88% അയാൾക്ക് കിട്ടുള്ളൂ. ആ വിലയ്ക്കാണ് എന്ത് ചെയ്തത്? അയാൾ വിറ്റത്. എങ്കിൽ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടും, അല്ലെങ്കിൽ എത്ര രൂപ നഷ്ടം കിട്ടും? ഇവിടെ എത്രയാ? എത്ര രൂപ നഷ്ടം കിട്ടും തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ചില ക്വസ്റ്റിനിൽ വാട്ട് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജ് തരും. അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എങ്കിൽ എത്ര പെർസെന്റേജ്, ആ രീതി ചോദിക്കും. എങ്കിൽ ഇതാണ് നമ്മുടെ ആൻസർ. ഇത് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇതൊന്ന് മനസ്സിലാക്കി എടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിന്റെ എളുപ്പ വഴികളും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് എത്ര കിട്ടും നോക്കാം. 112 × 88/100 എത്രയാ? 112 × 88 ചെയ്യുക, എത്ര കിട്ടും? 8 × 2 6 5 8 9 9856 എന്ന് കിട്ടും. 9856/100. 9856/100 എത്ര കിട്ടും? 98.56 എന്ന് കിട്ടും.
അതായത് അയാൾ ആക്ച്വലി 100 രൂപയ്ക്ക് മേടിച്ച സാധനം അയാൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? ഇവിടെ 98.56 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതായത് അയാൾക്ക് എത്ര രൂപ നഷ്ടം വരുന്നുണ്ട്? 1 രൂപ നഷ്ടം വന്ന 99 രൂപ, വീണ്ടും എത്രയുണ്ട്? ഒരു 44 റുപ്പീസ് കൂടി നഷ്ടം വരുന്നത്. വെച്ചാൽ 100 മൈനസ് 1.44 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 98.56 കിട്ടും. ഇവിടെ അയാൾക്ക് എത്ര നഷ്ടം വന്നു? 1.44 റുപ്പീസ് നഷ്ടം വന്നു. അയാൾക്ക് മൊത്തം എത്ര രൂപ നഷ്ടം വന്നു? 1.44 റുപ്പീസ്. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടുന്ന പെർസെൻറ്റേജ് അല്ലേ? ആരുടെ പെർസെൻറ്റേജ്? കോസ്റ്റ് പ്രൈസിന്റെ പെർസെൻറ്റേജ്. 100 തന്നെ ആയതുകൊണ്ട്, CP 100 തന്നെ ആയതുകൊണ്ട് എത്രയാണ് രൂപ അത് തന്നെയായിരിക്കും നമ്മുടെ എന്ത്? പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. അതുകൊണ്ട് നമ്മൾ 100ൽ ഇട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ 100 ആണ് CP എങ്കിൽ എത്രയാണോ ലോസ് വരുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ എന്ത്? ലോസ് പെർസെൻറ്റേജ്. അപ്പൊ നമ്മുടെ ലോസ് പെർസെൻറ്റേജ് എത്രയാ? 1.44% ലോസ് കിട്ടിയെന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ ട്രഡീഷണൽ മെത്തേഡ്, കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക് പ്രൈസ് ഒക്കെ വെച്ച് ചെയ്യുന്നത്. ഇനി അതല്ലാണ്ട് വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കിവിടെ 1.44% ലോസ് എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു കോസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മാർക്ക് പ്രൈസ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ബന്ധം എന്താ? എന്റെ കോസ്റ്റ് പ്രൈസിന്മേൽ എത്രയോ രൂപ മാർക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ വെക്കുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? മാർക്ക് പ്രൈസ് കിട്ടുന്നത്. ഈ മാർക്ക് പ്രൈസിന്മേൽ ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. ഈ CP SP തമ്മിലുള്ള ബന്ധം എന്താ? ഇതിനകത്തൊരു പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കോസ്റ്റ് പ്രൈസിന്മേൽ ഒരു പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. ഇവിടെ എന്തായിരുന്നു? ഇതൊരു X% അധികത്തിൽ, CPയേക്കാൾ ഒരു X% അധികം വെക്കുമ്പോഴാണ് എനിക്ക് മാർക്ക് പ്രൈസ് ഞാൻ വെക്കുന്നത്. ഈ ഒരു ഫിഗർ എപ്പോഴും മനസ്സിലുണ്ടാവണം. എനിക്ക് എത്രയോ രൂപയുടെ ഒരു കോസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു, അതിന്റെ X% അധികത്തിൽ ഞാനൊരു മാർക്ക് പ്രൈസ് വെച്ചു, എന്നിട്ട് അതിനകത്ത് ഞാൻ D% ഡിസ്കൗണ്ട് കൊടുത്തു, അപ്പൊ ഈ സെല്ലിംഗ് പ്രൈസ് കിട്ടി എങ്കിൽ എന്റെ CPന്മേൽ എത്രയായിരിക്കും എന്റെ പ്രോഫിറ്റ് ഓർ ലോസ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കാം. ഇതൊരു X%, ഇതൊരു D%, ഇതൊരു പ്രോഫിറ്റ് ലോസ്. മിക്കവാറും നമുക്ക് ഇതായിരിക്കും കണ്ടുപിടിക്കാനുള്ളത്. എന്റെ കോസ്റ്റ് പ്രൈസിന്മേൽ എനിക്ക് എത്ര പ്രോഫിറ്റ് ലോസ് കിട്ടി എങ്കിൽ നമുക്ക് ചെയ്യാനുള്ള എളുപ്പവഴി, ഇവിടെ ഒരു X പ്ലസ് അല്ലേ, ഇൻക്രീസ് ചെയ്തേക്കല്ലേ. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എപ്പോഴും എന്താ? കുറയ്ക്കല്ലേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു X% കൂടി എന്നിട്ട് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കുറഞ്ഞു എങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് പെർസെൻറ്റേജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും. ഇതറിയാവുന്ന കുട്ടികൾ ചിലപ്പം വിചാരിക്കും, ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു 12% പ്രോഫിറ്റ് അല്ല അധികം ഉണ്ട്, എക്സ്ട്രാ ഉണ്ട്, ഒരു 12% ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുത്തു, ഇത് ആദ്യം 12% കയറ്റി എങ്കിൽ ഒരു +12 × -12 ആ ഇക്വേഷൻ വെച്ചിട്ട് +12 -12 -12 × 12/100 ചെയ്താൽ നമുക്ക് 12 ക്യാൻസൽ ആവും. ആൻസർ എത്ര കിട്ടും? -1.44 എന്ന് കിട്ടും. ഇതല്ലേ സാർ ആൻസർ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് ഒരു രീതിയിൽ പറയാൻ ശരിയാണ്. പക്ഷേ ഈ ഒരു മെത്തേഡിലല്ല ഈ ഒരു ക്വസ്റ്റിന് ആൻസർ കിട്ടുന്നത്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റിനും ഈ രീതി ചെയ്യരുത്. നമുക്ക് ആൻസർ തെറ്റിക്കാനേ സാധ്യത ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? 1.44 ആൻസർ കിട്ടും. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഇവിടുത്തെ X%, Y% രണ്ടും സെയിം ആയതുകൊണ്ട്, Xഉം Yയും സെയിം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടുന്നത്. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഞാൻ ഒരുപാട് തവണ പറയുന്നതാണ്. ഒരിക്കലും നിങ്ങൾ എളുപ്പവഴി കണ്ടുപിടിച്ച് X²/100 എടുത്താൽ മതി എന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ Xഉം Yയും വ്യത്യാസമുണ്ടെങ്കിൽ, ഞാൻ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇത് രണ്ടും വ്യത്യാസമാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോകും. നിങ്ങൾ കാണാൻ പഠിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെയല്ലേ പഠിക്കത്തുള്ളൂ. X കൂടി Y കുറഞ്ഞു എങ്കിൽ X × X + Y + X/100 എടുത്താൽ മതി എന്ന് തോന്നും. പക്ഷെ തെറ്റാണ്. രണ്ട് സെയിം വരുമ്പോൾ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ. അത് എപ്പോൾ ശരിയാവും? നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചിന്തിച്ചാൽ അത് കറക്റ്റായിട്ട് കിട്ടും. ഏത് മെത്തേഡിലാണ്? ഇവിടെ നോക്കിയേ, ഒരു X% ഇൻക്രീസ് ചെയ്തു, ഒരു D% ഡിക്രീസ് ചെയ്തു എങ്കിൽ ഇതിന്റെ ഓവറാൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? ഓവറാൾ എന്ന് വെച്ചാൽ X% കൂടി ഒരു D% കുറഞ്ഞു എങ്കിൽ ഇവിടെ എന്തായിരിക്കും? അതിന്റെ ഒരു എഫക്റ്റീവ് പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്, ഈ കോസ്റ്റ് പ്രൈസിന് കിട്ടുന്നത്. അപ്പൊ ആ രീതി ചെയ്താൽ മതി. X% കൂടി വെച്ചാൽ എത്രയാ? ഇവിടെ ഈ ഒരു കേസ് ഞാൻ ഇതാ പറയുന്നത് X²/100 അല്ല ഉദ്ദേശിച്ചത്. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. കാരണം അത് എങ്ങനെയാണ് വരുന്നത്? X% കൂടി, X% കൂടിച്ചാൽ +X, D% കുറഞ്ഞു -D -X × D/100. ഈ സോൾവ് ചെയ്യുമ്പോൾ കറക്റ്റ് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ തന്നെ കിട്ടും. ഇവിടെ എത്ര കിട്ടും? ഈ പറയുന്ന 1.44 അത് തന്നെ കിട്ടും. അപ്പോൾ എന്തായി? ഇതിന് ആൻസർ നമുക്ക് എത്ര കിട്ടും? ഈ പറയുന്ന 12 -12 + 12 × 12/100 ആ ഒരു ഇക്വേഷൻ വയ്ക്കുമ്പോൾ 1.44 കിട്ടും. അത് ഏത് മെത്തേഡില്ല? നമ്മൾ സാധാരണ X²/100 മെത്തേഡിലല്ല, ഈ ഒരു മെത്തേഡില്ല. ഈ ക്വസ്റ്റ്യന്റെ പാറ്റേൺ കറക്റ്റ് ആണ്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി -X²/100 എന്ന് പറഞ്ഞ് എടുക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഏത് രീതി ചിന്തിക്കണം? CPയേക്കാൾ ഒരു X കൂടുതൽ, എന്നിട്ട് മാർക്ക് പ്രൈസിനേക്കാൾ ഒരു D% കുറവ്. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിനകത്ത് വേറൊരു രീതിയിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ചില ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുക,
ഞാൻ കോസ്റ്റ് പ്രൈസിനേക്കാൾ ഒരു X% എനിക്ക് ലാഭം കിട്ടിയാണ് ഞാൻ വിറ്റത്. അങ്ങനെ വിറ്റപ്പോൾ എനിക്ക് ആക്ച്വൽ മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഒരു എത്രയോ പെർസെന്റ്, ഒരു 10% 12% എനിക്ക് കുറവ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുമാണ് വിട്ടത്. എങ്കിൽ എന്റെ CPയേക്കാൾ എത്ര കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് എത്ര കൂടിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്റെ കോസ്റ്റ് പ്രൈസ് എന്മേൽ ഒരു X% അധികത്തിലാണ് ഞാൻ വിറ്റ് മാർക്കറ്റ് പ്രൈസ് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ട് ഞാൻ വിറ്റപ്പോൾ എനിക്ക് ഒരു 5% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ എത്ര % ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുള്ള കാര്യം നോക്കണം. എത്ര % ഡിസ്കൗണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. എന്തായിരുന്നു, +X, ഇത് -D, +X/-D/100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ എന്താണോ വാല്യൂ ആ വാല്യൂ കിട്ടണം. അപ്പൊ ആ വാല്യൂ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് നമുക്ക് ഈ ഇക്വേഷൻ ഏത് രീതി ചോദിച്ചാലും കണ്ടുപിടിച്ചൂടെ. അതായത് CPയിൽ നിന്ന് MP-യിലേക്കുള്ള ഒരു വാല്യൂ തന്നിട്ടുണ്ട്, MP-യിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് ഉറപ്പായിട്ട് എന്ത് കണ്ടുപിടിക്കാം, അതിന്റെ ഓവറോൾ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ തിരിച്ചും മറിച്ച് ഏത് രീതിയിലായാലും. അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും.